ഗുഡ് മോർണിംഗ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിവിടെ അടിപൊളിയായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരു മീ ടൈം അല്ലെങ്കിൽ സെൽഫ് ലവിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ എത്ര പേര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനൊക്കെ ആയിട്ട് വല്ലപ്പോഴും ഒരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഒന്നല്ല കേട്ടോ, ഡെയിലി നമുക്ക് വേണ്ടിയിട്ട് എത്ര സമയം കണ്ടെത്താറുണ്ട്? നമ്മുടെ ഒരു സ്കിൻ കെയറിന് വേണ്ടിയിട്ട്, നമ്മളൊരു ഹെൽത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇത്ര സമയം അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഞാൻ ഈയിടെയെന്നല്ല കുറച്ച് കാലമായിട്ട് എനിക്ക് വേണ്ടി കുറച്ച് സമയം എപ്പോഴും കണ്ടുവയ്ക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു സ്കിൻ കെയർ, ഞാൻ വലിയ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചെങ്കിലും ഒരു എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടും അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഡെയിലി ഞാനൊരു അരമണിക്കൂറെങ്കിലും കണ്ടെത്താറുണ്ട് കേട്ടോ. അത് വേറെ ആരും ഇല്ലാതെ എൻ്റെ ഒരു മീ ടൈമാണ്. അതെൻ്റെ ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഒന്നുമല്ല, ഞാൻ ഒറ്റയ്ക്ക്. അത് ചിലപ്പോൾ ഒരു ട്രാവലായിരിക്കും, ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബുക്ക് വായിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചുമ്മാ കിടന്നുറങ്ങുന്നത് വരെ എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആ ഒരു സൗകര്യത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ അതെൻ്റെ ഒരു മീ ടൈമാണ് കേട്ടോ. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കണം അല്ലേ? നമ്മളെ സ്നേഹിക്കാതെ നമ്മളെ വേറെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അതൊരു ലോജിക്കുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ച് നോക്കിയേ, പിന്നെ വേറെ ആരും നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നേ, നമുക്കതൊന്നൊരു വിഷയമല്ലാതാവും. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് റിയലൈസ് ചെയ്തൊരു കാര്യമാണിത്. എനിക്കങ്ങനെ ഒരു ലോൺലിനെസ്സോ ഡിപ്രഷനോ ഒന്നും ഫീൽ ചെയ്തിട്ടല്ല, പക്ഷേ എങ്കിൽ പോലും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കൊരിടയ്ക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചത്. ഞാൻ മാത്രമുള്ള ഒരു സ്പേസ് വേണം എനിക്ക് എന്നുള്ള, ആ ലൈഫിൽ ആ ഒരു സ്പേസ് വേണം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യാൻ തുടങ്ങിയത്. ഒരു ഹാഫ് ആൻ അവർ ഞാൻ എനിക്ക് വേണ്ടിയിട്ട്, അതൊരു എക്സസൈസ് എന്നുള്ളത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയമാണ്. ആ ഒരു എക്സസൈസും എൻ്റെ ആ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ ഞാൻ എനിക്ക് വേണ്ടി എടുക്കും. അതെൻ്റെ ഒരു ഫേവറേറ്റ് ബുക്ക് വായിക്കുന്നതായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വെറുതെ വണ്ടി എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ ഒന്ന് ബസ് കയറി ചുമ്മാ അടുത്ത് ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചുറ്റി വരും കേട്ടോ, എൻ്റെ വർക്ക് ടൈം ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡെയിലി ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഒരു മീ ടൈം വേണം, ഞാൻ എന്നെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് കെയർ ചെയ്യണം എന്നുള്ള ഒരു പാർട്ട് തോന്നി തുടങ്ങിയപ്പോഴാണ്. ഞാൻ ഈ എഴുതുന്നത് എന്താണെന്നറിയാമോ? ഡെയിലി ഞാൻ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഒരു ബുക്കിൽ നോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അതെൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബുക്കും, അതുപോലെ തന്നെ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ബുക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു അതിൽ ഞാൻ അന്ന് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അത് രാത്രിയാകുമ്പോൾ നമ്മളത് ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യും. അത് ചെക്ക് ചെയ്തിട്ട് നമ്മളതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് നമ്മളതിന് എല്ലാത്തിനും ഒരു ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ഒരു സെൽഫ് ലവിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മളൊന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്യുകയാണ് നമ്മളും ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് എന്നുള്ളത്. ഒരു ദിവസത്തിൽ 80% അല്ലെങ്കിൽ 90% ഓഫ് ടൈമും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ജീവിക്കുന്നതും. അപ്പോൾ 20% ടൈമെങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല കേട്ടോ. കാരണം ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല എന്നറിയുന്നതിനേക്കാളും ഭേദമല്ലേ?